Today we are going to discuss about what is real-time AI. As you all know that AI means a computer that can think and decide like humans. അപ്പോൾ എന്താണ് ഈ റിയൽ ടൈം എ ഐ എന്ന് നോക്കാം. റിയൽ ടൈം എ ഐ മീൻസ് ദ കമ്പ്യൂട്ടർ ഗിവ്സ് റിസൾട്ട്സ് ഇമ്മീഡിയറ്റ്ലി. അതായത് വിത്തിൻ സെക്കൻഡ്സോ മില്ലി സെക്കൻഡ്സോ കൊണ്ട് തന്നെ ഡാറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നതിനാണ് ഈ റിയൽ ടൈം എ ഐ എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ ലൈവ് ട്രാഫിക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്നത് ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്നതൊക്കെ തന്നെ ഈ റിയൽ ടൈം എ ഐൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. റിയൽ ടൈം എ ഐ വർക്ക് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതൊരു 3 സ്റ്റെപ്പായിട്ടാണ്. അതിൽ ഫസ്റ്റിലത്തത് ഡാറ്റ കിട്ടുന്നതാണ്. ഡാറ്റ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സെൻസേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാമറാസ് വെച്ചിട്ടോ ആപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയായിട്ടൊക്കെ ആയിരിക്കും ഇതിലേക്ക് ഡാറ്റ വരുന്നുണ്ടാവുക. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത് എ ഐ മോഡൽ ക്വിക്ക്ലി ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നതാണ്. അനലൈസ് ചെയ്യുന്ന ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കും, അതായത് റിസൾട്ട് കിട്ടുന്നത്. റിസൾട്ട് വളരെ ഈ ഡാറ്റ കൊടുത്തു കഴിഞ്ഞ് അനലൈസ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ ഇതിനുള്ള ഡിസിഷൻസ് കിട്ടും. അതായത് റിസൾട്ടായിട്ട് കിട്ടും, അലേർട്ടായിട്ടോ ട്രാൻസ്ലേഷനായിട്ടോ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. ഇനിയിപ്പം ഇതിൻ്റെ റിയൽ ടൈം എ ഐൻ്റെ അപ്ലിക്കേഷൻസ് ആണ് നമ്മളെ ടോപ്പിക്കായിട്ട് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. കുറച്ച് ഈസി എക്സാമ്പിൾസ് ആണ് പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തത് ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയറിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ സ്മാർട്ട് വാച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ റണ്ണിങ്ങിൻ്റെ കാര്യം ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് ബീറ്റൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് അലേർട്ട്സ് ഒക്കെ തരുന്നതൊക്കെ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹെൽത്ത് കെയറിലുള്ള. അടുത്തത് ഫൈനാൻസ് ആണ്. നമ്മളെ ബാങ്കിങ് സെക്ടറിലൊക്കെ അതിലെ ഫ്രോഡ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കല്ലോ, അതിനൊക്കെ വേണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ഐ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോണമസ് കാർ നമുക്കറിയാം, ഇപ്പം ഈ ടെസ്റ്റിലായാലും BYD ആയാലും അങ്ങനെ കുറേ കാറിലൊക്കെ ഈ ഓട്ടോണമസ് സെറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ ഒരു റിയൽ ടൈം എ ഐൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടാണ് സാധ്യമാവുന്നത്. അത് ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ട് ആൾക്കാരെ ഡിറ്റക്ട് ചെയ്യും. അതുപോലെ തന്നെ ട്രാഫിക് ലൈറ്റും സിഗ്നലുകളൊക്കെ നോക്കിക്കൊണ്ട് ആക്സിഡൻ്റ് ഒക്കെ കുറച്ച് കൃത്യമായിട്ട് ഈ റിയൽ ടൈം എ ഐൻ്റെ എല്ലാ സാധ്യതകളും റിയൽ ടൈം എ ഐൻ്റെ എല്ലാവിധ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പിന്നെയുള്ളത് സൈബർ സെക്യൂരിറ്റിയാണ്. സൈബർ സെക്യൂരിറ്റിയിൽ പറയുകയാണെങ്കിൽ എ ഐ ഈ ഹാക്കേഴ്സിനെ ആയാലും വൈറസിനെയും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ഡാമേജിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പിന്നെ വരുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. നമുക്കറിയാം യൂട്യൂബ് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഈ വീഡിയോസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു എ ഐയുടെ ഹെൽപ്പ് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈസി എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ചലഞ്ചസ് ആണ് പറയുന്നത്. ചലഞ്ചസ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് സ്പീഡാണ്. എ ഐ നീഡ്സ് ടു ബി വെരി ഫാസ്റ്റ്. പിന്നെ ഉള്ളത് കോസ്റ്റ് ആണ്. പവർഫുൾ കമ്പ്യൂട്ടേഴ്സും GPUs ഒക്കെ ഇതിന് വേണം, അത് എക്സ്പെൻസീവ് ആണ്. പിന്നെ വരുന്നത് ഡാറ്റ പ്രൈവസി ആണ്. റിയൽ ടൈം എ ഐ ഓഫൺ ഹാൻഡിൽസ് പേഴ്സണൽ ഡാറ്റ, അതായത് നമ്മുടെ ലൊക്കേഷൻസ് ആയാലും ഹെൽത്ത് ആയാലും മണി എല്ലാ കാര്യങ്ങളും ഇത് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ഈ ഡാറ്റ പ്രൈവസീൻ്റെ ഇഷ്യൂസൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്മാർട്ട് ഹോംസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ ഇതിൻ്റെ അലക്സിയൊക്കെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് പറയാം. അതായത് വീടൊക്കെ മൊത്തമായിട്ട് തന്നെ നമ്മൾ വോയിസ് കമാൻഡ്സ് കൊണ്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഇതൊക്കെ ഈ ഒരു എ ഐൻ്റെ ഒരു ഫ്യൂച്ചറായിട്ട് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് ഈ മെഡിസിൻസ് ഒക്കെ ഡ്രോൺ വഴി ഡെലിവറി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതും ഈ പാക്കേജസ് ഒക്കെ സേഫ്ലി എത്തിക്കുന്നതൊക്കെ ഈ ഒരു എ ഐയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നത്. പിന്നെയുള്ളത് റിയൽ ടൈം ലാംഗ്വേജ് ട്രാൻസ്ലേഷൻസ്, അതായത് ഒരാളോട് ഒരാൾ സംസാരിക്കുമ്പോൾ തന്നെ ആ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് റിയൽ ടൈം എ ഐ എന്ന് പറയുന്നത്. താങ്ക് യു.